ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പരിശുദ്ധ കർമ്മല മാതാവ് തൻ്റെ തിരുവുത്തിരിയത്തിൽ നമ്മളെപ്പോഴും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർമ്മല മാതാവിനെ കുറിച്ച് ഒരു കുഞ്ഞു സന്ദേശം മനസ്സിലൊരുങ്ങി വണ്ടിയിൽ യാത്രയാവുകയാണ്. കുറച്ചു നേരം വണ്ടി ഓടിച്ചു. ഒരു ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ആശുപത്രിയുടെ വാഹനം മുമ്പിൽ വന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കുറേ നേരമായിട്ട് ഈ വണ്ടി എൻ്റെ മുമ്പിലുണ്ട്. അപ്പോഴാണ് ഈ വണ്ടിയുടെ പുറകിൽ എഴുതിയിരുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചത്. അതിങ്ങനെയാണ്: ഡൊണേറ്റ് യുവർ ഐസ് ആൻഡ് ലീവ് വിത്ത് യുവർ ബിലവ്ഡ് വൺസ് അഗെയിൻ. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഇനിയും ജീവിക്കുക. എൻ്റെ ഓർമ്മ പെട്ടെന്ന് ഒരു 7 വർഷം പുറകിലേക്ക് പോയി. അമ്മച്ചിയുടെ മരണമാണ് ഓർമ്മ. അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വന്നിട്ട് അമ്മച്ചിയുടെ കണ്ണ് ദാനം ചെയ്യുമെന്ന് ചോദിച്ചു, ഡൊണേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒന്ന് ചിന്തിച്ചു. അതിനുശേഷം വീട്ടുകാരോടൊക്കെ ആലോചിച്ചു. എസ് പറഞ്ഞു. അവർ അമ്മച്ചിയുടെ കണ്ണുകളെടുത്തു, ഒരു പെട്ടിയിലാക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടെ പോവുക. അപ്പോൾ അമ്മച്ചിയുടെ കണ്ണ് ഞങ്ങളുടെ മുമ്പിൽ കൂടെ, അമ്മച്ചിയുടെ കാഴ്ച ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഒരു പെട്ടിയിൽ പോകുന്ന ഒരു അനുഭവം. അവർ പുറത്ത് വന്നിട്ട് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്: പെർഫെക്റ്റ് ഐ ആണ്, നല്ല കണ്ണുകളാണ്, ഒരു കുഴപ്പമില്ല, താങ്ക് യു സോ മച്ച്. എന്നിട്ട് ഈ കണ്ണുകൊണ്ട് പോവുക. കുറേ ഓടിച്ചു വന്നിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു, എങ്ങനെയാണ് ഈ കണ്ണ് ആർക്കാണ് കൊടുക്കണമെന്ന് പറയുമോ? അവർ പറഞ്ഞു, ഫാദറെ, മെഡിക്കൽ എത്തിക്സ് ആണ്, പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല. അതങ്ങനെ കഴിഞ്ഞുപോയി. ഇന്ന് വീണ്ടും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്ത, എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ഈ അമ്മയുടെ കണ്ണുകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവണം. ആ കൺവെട്ടത്തുകൂടെ, ആ കാഴ്ചയുടെ മുന്നിലൂടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ അമ്മ നമ്മളെപ്പോഴും കാണുന്നുണ്ട്, അവൾ നമ്മളെ തൊടുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ കർമ്മല ഉത്തരീയം എന്ന് പറയുക. ഈ അമ്മയുടെ കയ്യിൽ നമ്മളെപ്പോഴും സുരക്ഷിതരാണ് എന്നുള്ള വ്യക്തമായ ഒരു സത്യമാണ് ഈ കർമ്മല ഉത്തരീയം. പ്രിയപ്പെട്ടവരെ, തൻ്റെ അമ്മയോട് ഒരു മകൻ വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നതാണ്: അമ്മേ, നീ എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണം, ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണം. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് എന്ന സുപ്പീരിയർ ജനറൽ, കർമ്മല സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തൻ്റെ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്: അമ്മേ, നീ എൻ്റെ അമ്മയാണെന്ന് തെളിയിക്കണമേ, ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. ഇങ്ങനൊരു മകൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്ന് ഇവന് ഒരു വലിയ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും വലിയ അടയാളമാണ് ഈ കർമ്മല ഉത്തരീയം എന്ന് പറയും. അമ്മയുടെ സംരക്ഷണത്തിൻ്റെ, അവളുടെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു അടയാളമാണ് ഈ കർമ്മല ഉത്തരീയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു സുന്ദരമായിട്ടുള്ളൊരു ഗാനമുണ്ട്. ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: തൻ്റെ പ്രിയന് തൻ്റെ മുന്തിരിത്തോട്ടത്തോടുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ച് ഞാനൊരു ഗാനം ആലപിക്കട്ടെ എന്നാണ്. അതിനുശേഷം പറയുന്നത്, ഈ പ്രിയൻ വിശിഷ്ടമായ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു മുന്തിരി നട്ടുപിടിപ്പിച്ചു എന്നാണ്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ മുന്തിരിയോട്, ഈ മുന്തിരിത്തോപ്പിനോട്. കാർമൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്നാണ്. അതായത് യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, തൻ്റെ പ്രിയന് മുന്തിരിത്തോട്ടത്തോടുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ച് ഞാനൊരു ഗാനം ആലപിക്കട്ടെ എന്ന് പറയുമ്പോൾ അത്രക്ക് മാത്രം ഇഷ്ടമാണ് ദൈവത്തിന് ഈ കർമ്മല സഭയെ എന്ന് പറയാം. അത് ദൈവത്തിൻ്റെ സ്വന്തം മുന്തിരിത്തോപ്പാണ്. ഈ മുന്തിരിത്തോപ്പിനെ ദൈവം സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ രക്ഷയുടെ അടയാളമാണ്, രക്ഷയുടെ പടച്ചട്ടയാണ് ഈ കർമ്മല ഉത്തരീയം എന്ന് പറയും. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് യജമാനൻ അത് തോട്ടക്കാരനെ ഏൽപ്പിച്ചിട്ട് യാത്രയാവുക. കുറേ നാൾ കഴിയും.
വന്ന് നോക്കും, വീണ്ടും പോകും. അങ്ങനെ ഒരു യാത്രയുടെ ഇടയ്ക്ക് ഈ മനുഷ്യൻ എവിടെ നിന്നോ ഒരു അത്തിമരത്തിൻ്റെ തൈ കിട്ടുക. ഇതൊന്നും സുവിശേഷത്തിൽ ഇല്ല, പക്ഷെ നമ്മൾ വായിച്ചു പോകുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുഞ്ഞു ആശയങ്ങളാണ്. നമ്മൾ വഴിയോക്കിലൂടെയൊക്കെ യാത്ര പോകുമ്പോൾ ചിലപ്പോൾ മരത്തിൻ്റെ തൈയൊക്കെ കാണാറുണ്ട്. ഇഷ്ടപ്പെട്ടവർ ചിലപ്പോൾ അത് പറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. അതുപോലെ ഈ മനുഷ്യൻ എവിടെ നിന്നോ ഒരു അത്തിമരത്തിൻ്റെ തൈ കൊണ്ടൊന്ന് നട്ടുപിടിപ്പിച്ചു. അത് നട്ടുപിടിപ്പിക്കുന്നത് ഈ മുന്തിരിത്തോട്ടത്തിലാണ്. അതായത് അത്രയ്ക്കും ശ്രേഷ്ഠമായി നട്ടു വളർത്തിയ മുന്തിരിത്തോട്ടത്തിൻ്റെ മധ്യത്തിൽ ഈ ഒരു കൊച്ചു അത്തിമരത്തെ അവർ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ മുന്തിരിത്തോട്ടത്തേക്കാൾ അധികമായിട്ട് മുന്തിരിത്തോട്ടത്തിലുള്ള അത്തിമരത്തെ സ്നേഹിച്ച ഒരു യജമാനൻ. ഈ മുന്തിരിത്തോട്ടത്തിൽ വസിക്കുന്ന, കാർമൽ എന്ന മുന്തിരിത്തോട്ടത്തിൽ വസിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഈ അത്തിവൃക്ഷത്തെ പോലെ ദൈവം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ. ദൈവം കൊണ്ടൊന്നും നട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെവിടെയോ എന്തൊക്കെയോ ആയി മാറിയാനെ. എന്നിട്ട് ദൈവത്തിൻ്റെ സ്വപ്നം എന്നോണം ദൈവം ഓരോ പ്രാവശ്യം വന്ന് ഈ അത്തിമരത്തെ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ, ഇവൻ പൂവിട്ടിട്ടുണ്ടോ, കായ്ച്ചിട്ടുണ്ടോ, ഫലങ്ങൾ നൽകിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും നിരാശയോടെ മടങ്ങുന്ന ഒരു യജമാനൻ. അവസാനം സങ്കടം സഹിക്കവയ്യാണ്ട് ഈ യജമാനൻ പറയുന്നു, ഇനി എന്തിനാണ് ഇങ്ങനെ നിലം പാഴാക്കുന്നത്? അതിനെ വെട്ടിക്കളഞ്ഞേക്ക്. കാരണം ഒരുപാട് കൊടുത്തു, കൊടുക്കാനുള്ള മുഴുവൻ കൊടുത്തു, ചെയ്യാനുള്ള മുഴുവൻ ചെയ്തു, ഇനിയൊന്നുമില്ല. അതുകൊണ്ട് ഇനി നിലം പാഴാക്കണ്ട, വെട്ടിക്കളയുക. യജമാനൻ വാളൂരി കൈ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പം അടി കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ വെട്ട് കിട്ടും. ഉടനെ ഈ ഒരു തോട്ടക്കാരൻ നടുക്ക് ചാടി വീണിട്ട് കൈവട്ടം വെച്ചുകൊണ്ട് പറയുന്ന പോലെ ഒരു ഉത്തരവുണ്ട്, യജമാനനെ 1 വർഷം കൂടെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഇനിയും അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, അടുത്ത വർഷം അത് ഫലം തരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ഒരു തോട്ടക്കാരൻ നമ്മുടെ മുമ്പിൽ കാണിക്കുക. ഈ ഒരു കാവൽക്കാരൻ നമ്മളെ വെട്ടിക്കളയാനായിട്ട് അല്ലെങ്കിൽ തല്ലിക്കെടുത്താനായിട്ട് ഉയരുന്ന കരങ്ങളും വാളുകളുടെയും മധ്യത്തിൽ ഈ അമ്മ ചാടി വീണിട്ട് ഈ അത്തിമരത്തെ പൊതിഞ്ഞു പിടിക്കുകയാണ് തൻ്റെ ഈ തിരുവുത്തരീയത്തിലൂടെ. അതാണ് ഈ തിരുവുത്തരീയത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. 1251 ജൂലൈ 16 കർമ്മല ഉത്തരീയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകപ്പെട്ടത്. അതിനുശേഷം വിദേശ മിഷണറിമാർ നമ്മുടെ നാട്ടിൽ വന്നു. അവരാണ് കർമ്മല ഉത്തരീയത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ പരിചയപ്പെടുത്തുകയും പ്രചാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതിൻ്റെ ഇപ്പോഴത്തെ തലമുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഇനി നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് ഈ തിരുവുത്തരീയത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ തിരുവുത്തരീയത്തെ പരിചയപ്പെടുത്താനും പരിശുദ്ധ അമ്മയുടെ കരവലയത്തിലേക്ക് നമ്മളെ തന്നെ ഒതുക്കാനും നമ്മളെ തന്നെ ഒരുക്കാനുമുള്ള ഒരു അവസരമാണ് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ. ഈ ഉത്തരീയത്തെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവുത്തരീയത്തിന് 2 തട്ടുകളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു. അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കണ്ണ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പെർഫെക്റ്റ് ഐസ്, ഇത് നല്ല കണ്ണുകളാണ്. ഈ അമ്മയുടെ കണ്ണുകൾ നമ്മളെ കാണും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഈ തിരുവുത്തരി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഹാൻഡ്സ് ഓഫ് അവർ ലേഡിയാണ്. നമ്മുടെ അമ്മയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, പരിപൂർണമായിട്ടുള്ള, വിശുദ്ധമായിട്ടുള്ള 2 കരങ്ങളാണ് ഈ തിരുവുത്തരീയത്തിൻ്റെ 2 തട്ടുകൾ എന്ന് പറയും. അതായത് അമ്മ നമ്മളെ ഓരോ ദിവസവും തൊട്ടുകൊണ്ടിരിക്കുന്നു, അവൾ നമ്മൾ ഓരോ ദിവസവും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവുത്തരീയത്തിൻ്റെ അർത്ഥം എന്ന് പറയാം. ഇനി നമുക്ക് ഇതൊന്ന് ധരിച്ചു നോക്കാം. തിരുവുത്തരീയം സ്നേഹത്തോടെ ചുംബിച്ചിട്ടാണ് നമ്മൾ ധരിക്കുക. ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ കുട്ടികൾ നമ്മൾ ധരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ തിരുവുത്തരീയം നമ്മൾ ധരിക്കുകയാണ്. ഇതിൻ്റെ ഒരു തട്ട് നമ്മുടെ നെഞ്ചിലാണ് വന്ന് കിടക്കുക, ഇതിൻ്റെ മറുതട്ട് നമ്മുടെ പുറകിലും. അതായത് തിരുവുത്തരീയം ധരിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മ 2 കരങ്ങളും കൊണ്ട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. ആ പരിശുദ്ധ അമ്മയുടെ കരവലയത്തിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ എന്നും സുരക്ഷിതരാണ് എന്ന് ഈ തിരുനാൾ നമ്മൾ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ കൈ തട്ടി മാറ്റാതെ എന്നും അവളുടെ കരവലയത്തിൽ ഒതുങ്ങുന്നതിൽ അഭിമാനം കൊള്ളുന്ന അമ്മയുടെ നല്ല മക്കളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രാർത്ഥന ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട്, നമുക്കതൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാടുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതായിരിക്കാം, ഇഷ്ടപ്പെടാത്തതായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതൊക്കെ മറന്നുപോയാലും അവസാനമായിട്ട് വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ 2 വരി ഈ തിരുനാളിൽ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അമ്മേ,
നീ എൻ്റെ അമ്മയാണെന്ന് കാണിക്കണമേ. ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. അമ്മ നമ്മുടെ അമ്മയാണ്. കർമ്മല മാതാവ് നമ്മളുടെ സ്വന്തം അമ്മയാണ്. ഈ അമ്മ എന്നും നമ്മളെ കാണട്ടെ, എന്നും നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർമ്മലാംബികെ ദൈവജനനി കാത്തുകൊള്ളുക ഞങ്ങളെ.